ഈ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലുള്ള പൊതുജനങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവുമെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ അറ്റൈവ സേവന വാഹനമായ ആംബുലൻസ് എവിടെ എന്നുള്ളത്. ഇപ്പോൾ അതിനൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസ് വാഹനം ഇപ്പോൾ ഉള്ളത് കുത്താമ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. 15 വർഷം കാലയളവ് പൂർത്തിയാക്കിയ വാഹനം ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ കയറ്റിയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് സേവനം നൽകിയിട്ടുള്ള ഈ വാഹനം നിലനിർത്തണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായി തന്നെ തിരുവില്ലാമലയിൽ ഉയരുമ്പോൾ ഇതിനൊരു ബദൽ സംവിധാനം കാണുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇപ്പോൾ ഒരു അത്യാഹിത സംഭവം നടന്നു കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തിരുവില്ലാമലക്കാർ ഉള്ളത്. എന്തായാലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവ ചർച്ചയാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് എവിടെ എന്നുള്ളത്. അതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ഇപ്പോൾ നമുക്കിത് കാണാൻ കഴിയുക. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് പേർക്ക് നിരവധി തവണ സേവനം നൽകിയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ കട്ടപ്പുറത്തിന് സമാനമായി കട്ടപ്പുറത്ത് കിടക്കുന്നത് പോലെ തിരുവില്ലാമലയിലെ കുത്താമ്പുള്ളിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുന്നത്. ഇതിന് ഒരു ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ അവസരത്തിൽ പറയുവാൻ. സർക്കാർ വാഹനമായതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ ഒരു 5 വർഷം കൂടി ഈ വാഹനം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിന്റെ നടപടികളൊന്നും തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അധികൃതർ എത്രയും വേഗം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ആംബുലൻസ് സർവീസ് തിരുവില്ലാമലയിൽ പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത്.